ജോസഫ് നിദ്രയിൽ ഉണർന്ന് കർത്താവിനുദൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്നുള്ളതാ. ആ ഹൃദയം മുഴുവൻ ദൈവിക വിചാരം കൊണ്ട് നിറഞ്ഞ വ്യക്തിയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവിക വിചാരം എൻ്റെ ഉള്ളിൽ നിറയുന്ന നിമിഷം എപ്പോഴായിരിക്കും? നമ്മളൊക്കെ ദൈവിക വിചാരം നിറയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കുർബാന അല്ലെങ്കിൽ പ്രാർത്ഥന. ആ സമയത്ത് പോലും നമ്മൾ പല വിചാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദൈവിക വിചാരം ആ വാക്കുകൾ മാറുന്നു മാത്രം. വിചാരമുണ്ടാകും, ദൈവത്തിൻ്റെയാണോ പല വിചാരമാണോ കടന്നു വരുന്നത് മാത്രം. എന്നാൽ നിദ്രയിൽ പോലും ദൈവിക വിചാരത്താൽ ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ആ ഉള്ളു നിറയെ ദൈവവിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവിക വിചാരങ്ങൾ എൻ്റെ ഉള്ളിൽ നിറയാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ കിടക്കുന്ന സമയത്ത് പോലും നമുക്കെപ്പോഴും പല വിചാരത്തിലൂടെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ പോലും ഞാൻ വല്ലതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നാളത്തെ പരീക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ആകുലതകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ഇവിടെയാകുമ്പോൾ ദൈവത്തെക്കുറിച്ച് മാത്രം, മറ്റുള്ളതൊന്നിനെക്കുറിച്ചും എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു, നിന്റെ ഹൃദയം മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ബലിയർപ്പിച്ച് നോക്കി. ആ ജീവിതങ്ങളൊക്കെ സംതൃപ്തിയുള്ള ജീവിതങ്ങളായിരിക്കും. അതാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം ഉണ്ടായി ഔസേപ്പിതാവിന് ലഭിച്ച ഏറ്റവും വലിയ ദൈവാനുഗ്രഹം. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് തന്നെയാണ്. വലിയ കഴിവുകൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനപ്പുറമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ ഉള്ളിൽ നിറയെ ദൈവിക വിചാരം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്നുള്ളതാണ്. ഈ ദുഷ്ടതകളും പല വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റി ദൈവിക വിചാരങ്ങളെ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ, പരിശുദ്ധമാക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. ഒരു ബലിയെങ്കിലും, ഒരു കുടുംബ പ്രാർത്ഥനയെങ്കിലും പല വിചാരങ്ങളില്ലാതെ ദൈവിക വിചാരം കൊണ്ട് നിറയ്ക്കാൻ, ദൈവിക വിചാരം കൊണ്ട് അർപ്പിക്കാൻ എനിക്ക് പറ്റും. മരിക്കുന്നതിന് മുമ്പ് ഒരു കുടുംബ പ്രാർത്ഥനയെങ്കിലും, ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ദൈവിക വിചാരം കൊണ്ട് അർപ്പിച്ചിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് പോകാൻ. പ്രാർത്ഥിക്കാം.